അധികമാരും പ്രസംഗിക്കാത്തതും പ്രധാനപ്പെട്ടതെന്ന് ചിന്തിക്കാത്തതുമായ ഒരു വിഷയമാകുന്നു ക്രിസ്തുവിൻ്റെ കന്യകാജനനം. യേശു ദൈവപുത്രനെന്നും വാഗ്ദത്ത മശിഹായി എന്നും ലോകരക്ഷകനെന്നുമുള്ള അവൻ്റെ യഥാർത്ഥ വ്യക്തിത്വത്തെ സ്ഥിരീകരിക്കുന്നതാണ് യേശുവിൻ്റെ കന്യകാജനനം. ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. യേശുക്രിസ്തുവിൻ്റെ കന്യകാ ജനനം അവൻ്റെ ദൈവത്വവുമായി ബന്ധപ്പെട്ട അത്യന്തം പ്രധാനപ്പെട്ട വിഷയമാണ്. യേശുവിൻ്റേതൊരു സാധാരണ മനുഷ്യജനനമല്ല, മറിച്ച് പരിശുദ്ധാത്മാവിനാൽ സംഭവിച്ച ദൈവികമായ ഇടപെടലാണ്. ഈ അത്ഭുത ജനനത്തിലൂടെ ക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണെന്ന സത്യം ഉറപ്പിക്കപ്പെടുന്നു. തൻ്റെ ജനനത്തിന് ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവാചകനായ യെശയ്യാവിലൂടെ ഈ സംഭവത്തെക്കുറിച്ച് ദൈവം വ്യക്തമായി പ്രവചിച്ചിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതികൾ യാദൃശ്ചികമായി സംഭവിക്കുന്നതല്ല, മറിച്ച് മുൻകൂട്ടി ഒരുക്കപ്പെട്ടവയാണെന്ന ആത്മീയ സന്ദേശവും ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ന് നാം പഠിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 17 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടേറെ വിഷയങ്ങൾ നാം വായിക്കാറുണ്ട്, കേൾക്കാറുണ്ട്. ദൂതൻ മറിയയ്ക്കും യോസഫിനും പ്രത്യക്ഷപ്പെടുന്നത്, ബേത്ലഹേമിലെ സംഭവങ്ങൾ, ഇടയന്മാർ കണ്ട കാഴ്ച, വിദ്വാൻമാരുടെ വരവ്, അങ്ങനെ പലതും. എന്നാൽ അധികമാരും ചർച്ച ചെയ്യാത്ത എന്നാൽ വളരെ പ്രധാനപ്പെട്ടതായ ഒരു വിഷയമാകുന്നു ക്രിസ്തുവിൻ്റെ കന്യകാജനനം. ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളിൽ ഈ ഒറ്റ കാര്യം മാത്രമേ അപ്പസ്തോലിക വിശ്വാസ പ്രമാണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്നറിയുമ്പോൾ ഈ വിഷയത്തിൻ്റെ ഗൗരവം നാം മനസ്സിലാക്കേണ്ടതാണ്. ഒരു വിഭാഗം ഇതൊരു അന്ധവിശ്വാസമായി കണ്ട് തള്ളിക്കളയുമ്പോൾ വേറൊരു വിഭാഗം മറിയത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുവാൻ മാത്രം ഈ സത്യത്തെ സൂചിപ്പിക്കുന്നു. ഇതിൻ്റെ ശാസ്ത്രീയ വിശദീകരണത്തിനല്ല നാം പ്രാധാന്യം കൊടുക്കേണ്ടത്. പിന്നെയോ ദൈവവചനത്തിൽ ലഭ്യമായ യാഥാർത്ഥ്യങ്ങൾക്കും അത് നമ്മുടെ വിശ്വാസത്തെ ദൃഢപ്പെടുത്തുന്നതിനും വേണ്ടിയാകണം നാം സമയം ചെലവഴിക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ കന്യകാജനനം ബൈബിളിൽ വ്യക്തമായി പ്രതിപാദിക്കുന്ന വിഷയമാകുന്നു. ക്രിസ്തുവിൻ്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാ പ്രവാചകൻ ഈ സത്യം അറിയിച്ചു. യെശയ്യാ പ്രവചനം 7:14 നാം വായിക്കുന്നത് അതത്രേ. സുവിശേഷങ്ങളിൽ വിശുദ്ധ മത്തായിയും ലൂക്കോസും അത് വളരെ പ്രധാനപ്പെട്ടതായി പറഞ്ഞിരിക്കുന്നു. എല്ലാ ക്രിസ്തീയ സഭാവിഭാഗങ്ങളും ഈ വിഷയം തത്വത്തിൽ അംഗീകരിക്കുന്നവരാണ്. 19-ാം നൂറ്റാണ്ട് വരെ വളരെ കുറച്ചാളുകൾ മാത്രം വെല്ലുവിളിച്ചിട്ടുള്ള ഒരു വിഷയമാകുന്നു ക്രിസ്തുവിൻ്റെ കന്യകാജനനം. സഭയിലെ നവീകരണക്കാർ അല്ലെങ്കിൽ ലിബറൽ ദൈവശാസ്ത്രത്തിൻ്റെ ആവിർഭാവത്തോടെ പലരും ഈ സത്യത്തെ ഒരു സാങ്കല്പിക അന്ധവിശ്വാസമെന്നോ യേശു ദൈവമാകുന്നു എന്ന് സ്ഥാപിക്കുവാൻ ഉണ്ടാക്കിയെടുത്ത ഒരു ഐതിഹ്യമായോ സഭജാതികളിൽ നിന്നും കടമെടുത്ത ഒരു പുരാണ കഥയായോ യഹൂദ പാരമ്പര്യമായോ പ്രചരിപ്പിച്ചു. കന്യകാജനനമൊന്നും സംഭവിച്ചിട്ടില്ല, സംഭവിച്ചെങ്കിൽ തന്നെ അതത്ര പ്രധാനപ്പെട്ടൊരു വിഷയമല്ല എന്നത്രേ ഈ പുരോഗമനവാദികളെന്ന് പറയുന്ന പഴഞ്ചന്മാരുടെ വാദം. ദൈവവചനത്തെ വിശ്വസിക്കുന്നവരെയും അല്ലാത്തവരെയും തമ്മിൽ തിരിച്ചറിയുവാൻ സഹായകരമായ ഒരു പ്രധാന ഘടകമായി ക്രിസ്തുവിൻ്റെ കന്യകാജനനം എന്നും നിലകൊള്ളുന്നു. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ദൈവപുത്രനാകുന്നു ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവരും
അതല്ല, അവനൊരു നല്ല മനുഷ്യൻ, പ്രഗത്ഭനായ ഉപദേഷ്ടാവ്, വിപ്ലവകാരി, മതസ്ഥാപകൻ, പ്രവാചകൻ, സാമൂഹിക പരിഷ്കർത്താവ് എന്നതിലുപരി ആരുമായിരുന്നില്ല എന്ന് വിശ്വസിക്കുന്നവരും തമ്മിൽ വേർതിരിച്ചറിയുവാൻ സഹായിക്കുന്ന ഉപദേശമാണ് ക്രിസ്തുവിൻ്റെ കന്യകാ ജനനം എന്നുള്ളത്. യേശുവിൻ്റെ ജനനത്തിലോ മറിയ അവനെ ഗർഭം ധരിച്ചപ്പോഴോ ആയിരുന്നില്ല ക്രിസ്തുവിൻ്റെ ആരംഭമെന്ന് അവകാശപ്പെടുമ്പോൾ, ക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ മറ്റാരെയും കുറിച്ച് അവകാശപ്പെടുവാൻ കഴിയാത്ത ഒരു അവകാശവാദം ക്രിസ്ത്യാനി ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഇന്നോളം പിറന്നിട്ടുള്ള ഏതൊരു മനുഷ്യൻ്റെയും ഉൽപ്പത്തി കാലത്തിൻ്റെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമുക്ക് കണക്ക് കൂട്ടാമെങ്കിൽ, ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ജീവിതത്തിന് അങ്ങനെ ഒരു ഉൽപ്പത്തി ഇല്ല എന്ന് നാം പ്രഖ്യാപിക്കും. അവൻ നിത്യനായതിനാൽ പിതാവായ ദൈവത്തോടും പരിശുദ്ധാത്മാവോടും കൂടെ അവൻ സദാകാലമുണ്ടായിരുന്നു. മറ്റാർക്കും അവകാശപ്പെടുവാൻ കഴിയാത്ത തികച്ചും അലൗകികമായ അവകാശവാദം തന്നെയാണത്. യേശുവിൻ്റെ കന്യകാജനനത്തിലുള്ള വിശ്വാസം ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിക്കുന്ന ഒരുവൻ്റെ ആത്മരക്ഷ യഥാർത്ഥമാക്കുന്നു. മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനാകുവാൻ ആവശ്യമായതെല്ലാം ക്രിസ്തുവിൽ നാം കാണുന്നത് അവൻ്റെ കന്യകാജനനത്തിലും കൂടിയാകുന്നു. മറിയയിൽ നിന്നും ജനിച്ച പൂർണ്ണ മനുഷ്യൻ, പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു എന്നതിനാൽ പൂർണ്ണ ദൈവം, വിശുദ്ധിയിൽ ജനിച്ചതിനാൽ പാപമില്ലാത്തവൻ. അങ്ങനെ ആ പുൽക്കൂടും ഗോൽഗോഥായിലെ ക്രൂശും തമ്മിൽ നേരിട്ടൊരു ബന്ധം നമുക്ക് കാണാവുന്നതാണ്. കന്യകാജനനമില്ലാതെ ക്രൂശുമരണത്തിന് അർത്ഥമില്ല. ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങൾക്ക് അർത്ഥമില്ല. അതുല്യമായ ഒരു ജനനമാകുന്നു അവൻ്റെ ജനനം. അവിടുത്തെ ശുശ്രൂഷയും അതുല്യമാക്കുന്നത് അവൻ്റെ കന്യകാജനനമാണ്. താൻ ആരാകുന്നുവെന്ന് ക്രിസ്തു പ്രഖ്യാപിച്ചതല്ല അവനെന്ന് തെളിയിക്കാമെങ്കിൽ, അവൻ്റെ മരണം ചരിത്രത്തിലെ ഏറ്റവും വലിയ കുറ്റകൃത്യങ്ങളിൽ ഒന്നായി മാറുകയാണ്. യേശുവിൻ്റെ കന്യകാജനനം ദൈവപുത്രനെന്നും വാഗ്ദത്ത മശിഹ എന്നും നമ്മുടെ രക്ഷകനെന്നുമുള്ള അവൻ്റെ യഥാർത്ഥ വ്യക്തിത്വത്തെ സ്ഥിരീകരിക്കുന്നതാണ്. സുവിശേഷ എഴുത്തുകാരിൽ ഒരാളായിരുന്ന ലൂക്കോസ് ഒരു യവന ഡോക്ടർ, അതായത് വൈദ്യനായിരുന്നു എന്നറിയാമല്ലോ. താൻ എഴുതിയ സുവിശേഷത്തിൽ ലൂക്കോസ് വിശദമായ ഒരു ഭാഗം സൂതികർമ്മവിദ്യയാണ് പറയുന്നതെന്ന് തോന്നും. ഈ രണ്ട് സുവിശേഷങ്ങളും ക്രിസ്തുവിൻ്റെ കന്യകാജനനത്തെ സ്ഥിരീകരിച്ചാണ് സംസാരിക്കുന്നത്. യോസഫ് യേശുവിൻ്റെ പിതാവല്ലായിരുന്നു, പക്ഷേ മറിയ യോസഫിനോട് അവിശ്വസ്തത കാണിച്ചിട്ടുമില്ല. യേശു അവിഹിത ബന്ധത്തിൽ ജനിച്ച വ്യക്തിയുമല്ലായിരുന്നു. താൻ ക്രിസ്തുവിൻ്റെ കന്യകാജനനത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുള്ള ആരെയും ഞാൻ എതിർത്തിട്ടില്ല, എതിർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. വിശ്വസിക്കുവാനോ വിശ്വസിക്കാതിരിക്കുവാനോ ഓരോരുത്തർക്കും അവകാശമുണ്ടല്ലോ. പക്ഷേ വളരെ വ്യക്തമായി രണ്ട് കൂട്ടരോട് എനിക്ക് എതിർപ്പുണ്ട്. ഒന്നാമതായി, ഒരു ക്രിസ്തീയ പ്രസംഗകൻ ക്രിസ്തുവിൻ്റെ കന്യകാജനനത്തെ അവിശ്വസിച്ച് പ്രസംഗിച്ചാൽ ഞാൻ എതിർക്കും. രണ്ടാമതായി, ക്രിസ്തുവിൻ്റെ കന്യകാജനനത്തെക്കുറിച്ച് തെളിവായി പറഞ്ഞിട്ടില്ല എന്ന് പ്രസ്താവിക്കുന്നവരെ ഞാൻ എതിർക്കും. ചരിത്രത്തിൽ രേഖപ്പെടുത്തി നാം അറിഞ്ഞിരിക്കുന്ന ഒരേ ഒരു യേശു ക്രിസ്തു കന്യകയിൽ നിന്നും ജനിച്ച വ്യക്തി എത്രേ എന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ. അവൻ കന്യകയിൽ നിന്ന് ജനിച്ചില്ല എന്ന പക്ഷമാകുന്നു നിങ്ങളുടേതെങ്കിൽ അതിനുള്ള തെളിവ് തരുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഏതെങ്കിലും മനുഷ്യൻ്റെ സങ്കല്പ സൃഷ്ടിക്കപ്പുറമായുള്ള തെളിവുകൾ നിങ്ങൾ തന്നെ തന്നേ മതിയാകൂ. നിങ്ങളുടെ യുക്തി ഉപയോഗിച്ച് കന്യകാജനനം ഒരിക്കലും സാധ്യമല്ല എന്നൊരു പ്രബന്ധം വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. പക്ഷേ സത്യം അതാകണമെന്നില്ലല്ലോ. അതേ സുഹൃത്തേ, പ്രകൃതി നിയമങ്ങളുടെ സൃഷ്ടാവാണ് നമ്മുടെ ദൈവം. തൻ്റെ ഉദ്ദേശങ്ങൾ നിവർത്തിക്കുന്നതിന് വേണ്ടി അവന് പ്രകൃതി നിയമങ്ങൾ ഉപയോഗിക്കുകയോ അവയെ മാറ്റിവെക്കുകയോ ചെയ്യാമല്ലോ. നമുക്ക് ലഭിച്ചിട്ടുള്ള രേഖയിൽ നിന്നും വ്യക്തമായി കാണുവാൻ കഴിയുന്നത് ക്രിസ്തു ഒരു കന്യകയിലാകുന്നു വന്നു പിറന്നത് എന്നത്രേ.
വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്തെ വംശാവലി രേഖകളിൽ നിന്നും നാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. 16-ാം വാക്യം നാം വായിച്ചതാണ്. അവിടെ നാം വായിക്കുന്നത്, യാക്കോബ് മറിയയുടെ ഭർത്താവായി യോസഫിനെ ജനിപ്പിച്ചു, അവളിൽ നിന്ന് ക്രിസ്തു എന്ന് പേരുള്ള യേശു ജനിച്ചു എന്നത്രേ. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം മുതൽ നാം വായിച്ചു വന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായൊരു രീതി എത്ര ഈ 16-ാം വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. 2-ാം വാക്യത്തിൽ അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അനേകരെ ജനിപ്പിച്ച ഒരു പട്ടിക എത്രേ നൽകിയിരിക്കുന്നത്. എന്നാൽ ഞാനിപ്പോൾ വായിച്ച 16-ാം വാക്യത്തിൽ യാക്കോബ് മറിയയുടെ ഭർത്താവായി യോസഫിനെ ജനിപ്പിച്ചു, അവളിൽ നിന്ന് ക്രിസ്തു എന്ന് പേരുള്ള യേശു ജനിച്ചു എന്ന് വായിക്കുന്നു. 2-ാം വാക്യം മുതൽ വായിച്ചു വന്ന രീതി നോക്കിയാൽ യോസഫ് യേശുവിനെ ജനിപ്പിച്ചു എന്നായിരുന്നു വരേണ്ടതല്ലേ. പക്ഷേ പരിശുദ്ധാത്മാവ് അങ്ങനെയല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശുദ്ധ മത്തായി ഈ ഭാഗത്ത് വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നത് എന്തെന്നാൽ, യോസഫ് യേശുവിൻ്റെ പിതാവല്ലായിരുന്നു എന്നത്രേ. അവൻ മറിയയുടെ ഭർത്താവായിരുന്നു, പക്ഷേ യേശുവിൻ്റെ പിതാവായിരുന്നില്ല. ഈ പറഞ്ഞത് നിങ്ങളെ ചിന്താക്കുഴപ്പത്തിലാക്കിയില്ല എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ അധ്യായത്തിൻ്റെ തുടർന്നുള്ള വാക്യങ്ങളിൽ വിശുദ്ധ മത്തായി തന്നെ അത് നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. മാത്രമല്ല, പഴയ നിയമ പ്രവചനം എങ്ങനെ നിവൃത്തിയായെന്നും സുവിശേഷകൻ വിവരിച്ചു തരും. വംശാവലിയിൽ പറഞ്ഞിരിക്കുന്നൊരു കാര്യം വ്യക്തമാക്കുന്ന ഒരു പ്രസ്താവന ഇനിയും 17-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. ഇങ്ങനെ തലമുറകൾ ആകെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം 14 ആകുന്നു. പഴയ നിയമത്തിൻ്റെ ഒരു ആകമാന വീക്ഷണം ലഭിക്കത്തക്കവണ്ണം വിശുദ്ധ മത്തായി വംശാവലി ഓരോ ഗ്രൂപ്പുകളായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഒരു കാലഘട്ടം അബ്രഹാം തുടങ്ങി ദാവീദ് വരെ കൊണ്ട് അവസാനിപ്പിച്ചു. അടുത്തത് ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ ഉണ്ടായിരുന്നു. മൂന്നാമത്തേത് ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിൻ്റെ സമയം വരെ ആയിരുന്നു. ഓരോ ഘട്ടത്തിലും 14 പേരുകൾ വീതം വരുവാൻ എഴുത്തുകാരൻ ചില പേരുകൾ വിട്ടുകളഞ്ഞു എന്നത് വ്യക്തമാണ്. ചോദ്യം എന്തെന്നാൽ, മത്തായി എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? വാസ്തവത്തിൽ ഈ 14 എന്ന സംഖ്യ, അതായത് 7 + 7, അത് നമുക്ക് നൽകുന്നത് ഈ വംശാവലിയുടെ തെറ്റില്ലായ്മയുടെ തെളിവത്രേ. ഇനി യോസഫ് യേശുവിൻ്റെ പിതാവായിരുന്നില്ല എന്ന് വിശുദ്ധ മത്തായി പറഞ്ഞിരിക്കുന്നത് അവൻ തന്നെ നമുക്ക് വിശദീകരിച്ച് തരുവാൻ പോവുകയാണ്. പഴയ നിയമത്തിൽ നേരത്തെ തന്നെ ഒരു അത്ഭുതകരമായ ജനനത്തെക്കുറിച്ച് ദൈവം മുന്നറിയിച്ചിരുന്നു. യിരെമ്യാ പ്രവാചകൻ ഇസ്രായേൽ ജനത്തോട് ഇപ്രകാരം പറഞ്ഞു, വിശ്വാസത്യാഗിനിയായ മകളെ, നീ എത്രത്തോളം ഉഴന്നു നടക്കും? യഹോവ ദേശത്ത് ഒരു പുതുമ സൃഷ്ടിക്കുന്നു, സ്ത്രീ പുരുഷനെ ചുറ്റി പരിപാലിക്കും. സ്വാഭാവികമായി അങ്ങനെയല്ലല്ലോ സംഭവിക്കേണ്ടത്. അത് സ്വാഭാവികമായൊരു ജനനമല്ല, അസാധാരണമായിട്ടുള്ളതത്രേ. യേശുക്രിസ്തുവിൻ്റെ കന്യകാജനനം ദൈവം ചെയ്ത ഒരു പുതിയ കാര്യമായിരുന്നു. അത് യിരെമ്യാവിൻ്റെ പ്രവചനത്തിൻ്റെ ഒരു പൂർത്തീകരണമാകുന്നു എന്ന് കാണുവാൻ സാധിക്കും. 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജനനം ഇവണ്ണമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. ശ്രദ്ധിച്ചോ? നാം വായിച്ചത്, എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജനനം ഇവണ്ണമായിരുന്നു. വിശുദ്ധ മത്തായി പറയുന്നത് ഇങ്ങനെയാണത് സംഭവിച്ചത്. അവൻ്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊക്കെ വിവാഹ നിശ്ചയമുണ്ടല്ലോ, എൻഗേജ്മെൻറ്റ്, കല്യാണമുറപ്പിക്കൽ ചടങ്ങില്ലേ, അതുപോലെ. അതിനുശേഷം അവർ കൂടി വരും മുമ്പേ എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ ലൈംഗികമായി ബന്ധപ്പെടുന്നതിനു മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. 19-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവളുടെ ഭർത്താവായി യോസഫ്
നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായ്ക കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഈ സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ മോശയുടെ ന്യായപ്രമാണം വളരെ വ്യക്തമാണ്. അത് പറയുന്നത് അവിശ്വസ്തയായി കുറ്റം ചുമത്തപ്പെട്ടാൽ അവളെ കല്ലെറിഞ്ഞ് കൊന്നുകളയണമെന്നത്രേ. ഇത് അങ്ങേയറ്റത്തെ ശിക്ഷയാകുന്നു. എന്നാൽ യോസഫ് വിശിഷ്ടനായ ഒരു മനുഷ്യനായിരുന്നു. നാം മറിയയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കാറുണ്ടല്ലോ. അത് അങ്ങനെ തന്നെ വേണം. ഈ സ്ത്രീരത്നത്തിന് കൊടുക്കേണ്ട മാന്യത ആരും കൊടുക്കാതിരിക്കരുതേ. വളരെ ശ്രദ്ധേയമായ ഒരു വ്യക്തിയായിരുന്നു മറിയ. ചിലർക്ക് ആ പേര് കേൾക്കുന്നത് തന്നെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ളവർ ഒരു കാര്യം മറക്കരുത്: ദൈവം നമ്മുടെ കർത്താവിൻ്റെ മാതാവാകുവാൻ തിരഞ്ഞെടുത്ത വ്യക്തിയായിരുന്നു മറിയ. ദൈവം അബദ്ധം കാണിക്കില്ലല്ലോ. അവിടുന്ന് ശരിയായ പെൺകുട്ടിയെ തന്നെയാണ് കണ്ടുപിടിച്ചത്. ഇതെല്ലാം സത്യമായിരിക്കെ നാം ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യം എന്തെന്നാൽ, ദൈവം തന്നെയാണ് യോസഫിനെയും തിരഞ്ഞെടുത്തത്. അവനെ തിരഞ്ഞെടുക്കുന്നതിലും ദൈവം യാതൊരു അബദ്ധവും കാണിച്ചില്ല. മറിയയുടെ ഈ അവസ്ഥയിൽ കോപം മുഴുത്ത ഒരു വ്യക്തി വേണമെങ്കിൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ ആഗ്രഹിക്കുമായിരുന്നു, അല്ലെങ്കിൽ അവളെ പരസ്യമായി അവഹേളനാപാത്രമാക്കുമായിരുന്നു. എന്നാൽ യോസഫ് അപ്രകാരത്തിലുള്ള ഒരു വ്യക്തി ആയിരുന്നില്ല. അവൻ മാന്യനായ, നീതിമാനായ ഒരു വ്യക്തിയായിരുന്നു. അവൻ അവളെ സ്നേഹിച്ചിരുന്നു. അവൻ അവളോട് അവിശ്വസ്തയായി എന്ന് ചിന്തിച്ചെങ്കിലും ഒരു വിധത്തിലും അവളെ വ്രണപ്പെടുത്തുവാൻ യോസഫിന് ഉദ്ദേശമില്ലായിരുന്നു. അവൻ നീതിമാനായ വ്യക്തിയായിരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിൻ്റെ മകനായ യോസഫേ, നിൻ്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. ഇത് ഏറ്റവും പരിതാപകരമായ ഒരു സാഹചര്യമായി തീരാമായിരുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക. പക്ഷേ അത് ഉണ്ടാകാതിരിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ ദൂതൻ യോസഫിന് പ്രത്യക്ഷപ്പെട്ട് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്തെന്ന് അവന് വ്യക്തമാക്കി കൊടുത്തു. 21-ാം വാക്യം, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. യേശു എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷകൻ എന്നത്രേ. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവൻ്റെ പേര് യേശു എന്നായിരിക്കണം. എത്ര അനുഗ്രഹീതമായൊരു പേരില്ലേ. അവിടുന്ന് ഈ ഭൂമിയിൽ വന്ന് പിറന്നത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി, നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാനായിട്ടാണ്. 22-ഉം 23-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. ഇസ്രായേൽ ജാതിക്ക് വേണ്ടിയാണല്ലോ വിശുദ്ധ മത്തായി സുവിശേഷം എഴുതുന്നത്. അവൻ തൻ്റെ വായനക്കാരോട് പറയുന്നത് ദൈവം അരുളി ചെയ്തതിൻ്റെ നിവൃത്തിയായിട്ടാണ് ഇതൊക്കെയും സംഭവിച്ചത് എന്നത്രേ. പഴയ നിയമ പ്രവചനങ്ങളുടെ നിവൃത്തിയാകേണ്ടതിനാണ് ഈ യേശു വന്നിരിക്കുന്നത് എന്ന കാര്യം വിശുദ്ധ മത്തായി ഇസ്രായേൽ ജനത്തിൻ്റെ ചിന്തയ്ക്ക് വിഷയീഭവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിനെക്കുറിച്ചുള്ള 300-ലധികം പ്രവചനങ്ങൾ അക്ഷരികമായി നിറവേറ്റപ്പെട്ടിട്ടുണ്ട്. അവയിൽ എത്ര എണ്ണം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലുണ്ട് എന്നെനിക്കറിയില്ല. എന്നാൽ വിശുദ്ധ മത്തായി തൻ്റെ സുവിശേഷത്തിൽ മറ്റു 3 സുവിശേഷങ്ങളിലും കൂടി ഉള്ളതിനേക്കാൾ അധികം പഴയ നിയമ ഉദ്ധരണികൾ കൊണ്ടുവന്നിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ഒരു ജീവചരിത്രം എഴുതുക എന്നതായിരുന്നില്ല വിശുദ്ധ മത്തായിയുടെ ഉദ്ദേശമെന്നോർക്കണം. പിന്നെയോ പഴയ നിയമ പ്രവചനങ്ങളുടെ നിവൃത്തിയായി യേശു വന്നിരിക്കുന്നു എന്ന കാര്യം കാണിച്ചു കൊടുക്കുകയാണ് അവൻ ചെയ്യുന്നത്. അതിനായി ഒരു വസ്തുത എഴുതുമ്പോൾ അതിനെ പിന്താങ്ങത്തക്കവണ്ണം പഴയ നിയമത്തിൽ നിന്നും ഉദ്ധരിക്കുകയാണ് അവൻ ചെയ്തിരിക്കുന്നത്. 22-ാം വാക്യത്തിൽ അവൻ യെശയ്യാ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനമാണ് ഉദ്ധരിച്ചിരിക്കുന്നത്. അതായത് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന്. ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായതിനാൽ ഒരു നിമിഷം നമുക്കതൊന്ന് നോക്കാം. ക്രിസ്തുവിൻ്റെ കന്യകാജനനം ശരിയെന്ന് അംഗീകരിക്കാത്ത വളരെയധികം വേദപണ്ഡിതന്മാർ
ഉണ്ടെന്ന കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ബൈബിളിൽ കന്യകാജനനത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നും ഈ കൂട്ടർ വാദിക്കുന്നു. ഇതൊരു നിസ്സാര സംഗതിയായി നാം കണക്കാക്കരുത്. ചില തർജിമകളിൽ കന്യക എന്നുള്ള ഭാഗത്ത് യുവതി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് തികച്ചും തെറ്റാണ്. ക്രിസ്തുവിൻ്റെ കന്യകാജനനത്തെ അംഗീകരിക്കാത്ത വ്യക്തി ക്രിസ്തുവിൻ്റെ അനുയായി ആണെന്ന് പറഞ്ഞാൽ അത് ഒട്ടും അർത്ഥമുള്ള കാര്യമല്ല. വളരെ ആശ്ചര്യജനകമായ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഇത് കേട്ടിട്ട് ഏതോ ഒരു പ്രശ്നമുള്ളതുപോലെ തോന്നുന്നുണ്ടോ? യേശുവിനെ ഇമ്മാനുവേൽ എന്ന് എവിടെങ്കിലും വിളിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. അവനെ യേശു എന്നാണ് വിളിച്ചത്. കാരണം അതായിരുന്നു അവൻ്റെ പേര്. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരുന്നത് കൊണ്ട് ഈ പേര് അവന് നൽകി. അവൻ്റെ സ്ഥാനപ്പേര് ക്രിസ്തു എന്നാണ്, അവൻ്റെ പേര് യേശു എന്നാണ്. പക്ഷേ ഇവിടെ പറയുന്നത് അവനെ ഇമ്മാനുവേൽ എന്ന് വിളിക്കുമെന്നും അതിൻ്റെ അർത്ഥം ദൈവം നമ്മോടുകൂടെ എന്നുമത്രേ. എന്നെ സ്നേഹിക്കുന്ന പ്രിയ സുഹൃത്തെ, തിരുവചനത്തിലേക്കും ഏറ്റവും മനോഹരമായ കാര്യം അത്രേ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം നമ്മോടുകൂടെ എന്നത്രേ. ക്രിസ്തു കന്യകയിൽ നിന്നും ജനിച്ചവനല്ലെങ്കിൽ അവന് ഇമ്മാനുവേൽ, അതായത് ദൈവം നമ്മോടുകൂടെ ആകുവാൻ കഴിയുകയില്ല. അതാണ് ഒരേ ഒരു മാർഗം. ഇതോട് ബന്ധപ്പെടുത്തി വേറൊരു കാര്യം കൂടി ശ്രദ്ധിച്ചാലും, അവിടുന്ന് ഇമ്മാനുവേൽ അല്ല എങ്കിൽ അവന് യേശു ആകുവാനും സാധ്യമല്ല. അതെ, അവന് മനുഷ്യരെ അവൻ്റെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ സാധിക്കില്ല. അവർ അവനെ യേശു അല്ലെങ്കിൽ രക്ഷകനെന്ന് വിളിച്ചതിന് കാരണം അവൻ ദൈവം നമ്മോടുകൂടെ ആയതിനാൽ അത്രേ. ഈ ഭൂമിയിലേക്ക് താണിറങ്ങി വന്നവനായ യേശുവിനെക്കുറിച്ചുള്ള ഈ സത്യം ബൈബിളിലേക്കും മനോഹരമായിട്ടുള്ള ഒന്നത്രേ. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായി യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു എന്ന് എബ്രായലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ പറയുന്നു. സ്വീകാര്യയോഗ്യമായ ഒരു യാഗമായി അവൻ തീരേണ്ടിയിരുന്നു. ലോകത്തിൻ്റെ പാപത്തിനു വേണ്ടി എനിക്ക് മരിക്കുവാൻ കഴിയുമായിരുന്നില്ല. എൻ്റെ സ്വന്തം പാപപരിഹാരത്തിന് വേണ്ടി പോലും എനിക്ക് മരിക്കുവാൻ കഴിയില്ല. പക്ഷേ യേശുവിനത് കഴിയും. യേശുവിന് എപ്രകാരത്തിലാണ് ഒരു രക്ഷകനായി തീരുവാൻ കഴിയുന്നത്? അവിടുന്ന് ദൈവം നമ്മോടുകൂടെയുള്ള ഇമ്മാനുവേൽ ആകുന്നത് കൊണ്ട് മാത്രം. അവിടുന്ന് എങ്ങനെയാണ് നമ്മോടുകൂടെ വന്നത്? അവിടുന്ന് കന്യകയിൽ നിന്നും ജനിച്ചതുകൊണ്ട്. ഞാൻ വീണ്ടും പറയട്ടെ, യേശുവിനെ യേശു എന്ന് വിളിച്ചു. അവനെ ഒരിക്കലും ഇമ്മാനുവേൽ എന്ന് വിളിച്ചിരുന്നില്ല. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ ആകാത്തിടത്തോളം താങ്കൾക്ക് അവനെ യേശു എന്ന് വിളിക്കുവാൻ സാധ്യമല്ല. ഇതത്ര ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അവൻ ലോകത്തിൻ്റെ രക്ഷകനാകണമെങ്കിൽ അവൻ ആദ്യം ഇമ്മാനുവേലായിരിക്കണം. അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ കന്യകാജനനം. ക്രിസ്തുവിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ലാതെ തന്നെ താങ്കൾക്ക് വേണമെങ്കിൽ ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷകനായി സ്വീകരിക്കാവുന്നതാണ്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഈ വക കാര്യങ്ങൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പോലും ഒരുപക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയില്ല. എന്നാൽ നിങ്ങളൊരു ദൈവവൈതലായതിനു ശേഷം യേശുക്രിസ്തുവിൻ്റെ കന്യകാജനനത്തെ ഒരിക്കലും ചോദ്യം ചെയ്യുകയോ സംശയിക്കുകയോ ഇല്ല എന്നതാണ് വാസ്തവം. രക്ഷിക്കപ്പെടുവാൻ ആ കാര്യം താങ്കൾ അറിഞ്ഞിരിക്കണമെന്നില്ല. എങ്കിലും ഒരു ദൈവപൈതൽ എന്ന നിലയിൽ നിങ്ങൾക്ക് യേശുവിൻ്റെ കന്യകാജനനത്തെ തള്ളിക്കളയുവാൻ കഴിയുകയില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ പറയുന്നത് ഒരുതരം മതഭ്രാന്ത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ വാക്കുകൾ കർക്കശമായി അനുഭവപ്പെടുന്നുവെങ്കിൽ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യത ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ അപ്രകാരം ചെയ്യുന്നത്. എൻ്റെ സ്ഥിതി മനസ്സിലാക്കി താണിറങ്ങി വന്ന് എന്നെ രക്ഷിപ്പാൻ കഴിവുള്ള ഒരു രക്ഷകനെയാണ് എനിക്കും നിങ്ങൾക്കും ആവശ്യം. അതെ, അവൻ എന്നെപ്പോലെ തന്നെ വേറൊരു വ്യക്തി മാത്രമാകുന്നുവെങ്കിൽ അവന് നമ്മെ അധികം സഹായിപ്പാൻ കഴിയുകയില്ല സുഹൃത്തെ. നമ്മുടെ അവസ്ഥ തന്നെ നമുക്കറിയാമല്ലോ. എന്നാൽ അവിടുന്ന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേലാകുന്നു. അങ്ങനെയെങ്കിൽ കന്യകയിൽ നിന്നും ജനിച്ചവനാകുന്നുവെങ്കിൽ അവിടുന്ന് എൻ്റെ രക്ഷകനായിരിക്കും.
ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ക്രിസ്തു താങ്കളുടെ രക്ഷകനായി തീർന്നിട്ടുണ്ടോ? അതോ ഇന്നും ആ രക്ഷകനെ തേടി നിങ്ങൾ അലയുകയാണോ? അത്ഭുതകരമായ രീതിയിൽ ലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ജന്മമെടുത്ത ക്രിസ്തു താങ്കളുടെയും രക്ഷകനായി തീരുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി മരണം ആസ്വദിപ്പാൻ അത്രേ ക്രിസ്തു മനുഷ്യരൂപമെടുത്തത്. ഈ ഭൂമിയിൽ അവൻ വന്നത് അതിനായിട്ടാണ്. നിങ്ങളുടെ പാപത്തിൻ്റെ ശിക്ഷ ക്രിസ്തു തൻ്റെ മേലേറ്റു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇമ്മാനുവേലാകുവാൻ ക്രിസ്തു ആഗ്രഹിക്കുന്നു. അതിനായി ജീവിതത്തെ സമർപ്പിക്കുമോ? ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ. ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം നമ്മോടുകൂടെ എന്നാകുന്നു. മനുഷ്യന് നഷ്ടപ്പെട്ട ദൈവിക ബന്ധം പുനഃസ്ഥാപിക്കുവാനുള്ള ഏക മാർഗം കർത്താവായ യേശു ക്രിസ്തുവാണ്. ദൈവം ഒരുവനാകുന്നു. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകിയെന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. ക്രിസ്തുവിലൂടെ ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന ആ ഉന്നത പദവിയിലേക്ക് ഉയർത്തപ്പെടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.